ഇവിടെ നിന്ന് പോയി. എങ്ങോട്ട് പോയി? കേന്ദ്രത്തിൽ പോയി. ആരെ പിടിച്ചു? അമിത്ഷായെ പിടിച്ചു. ഏത് ജോലിയിൽ? പ്രോട്ടോകോൾ ഓഫീസർ. ആരുടെ പ്രോട്ടോകോൾ ഓഫീസർ? നരേന്ദ്രമോദിയുടെ പ്രോട്ടോകോൾ ഓഫീസർ. എന്തിന്റെ പ്രോട്ടോകോൾ? SPG സുരക്ഷയുടെ ഓഫീസർ. നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചുറ്റും നിൽക്കുന്ന SPGയുടെ നിയന്ത്രണമുള്ള ആളായി ആര് മാറി? രവാഡ ചന്ദ്രശേഖരൻ. എപ്പോ ഇവിടെ DGPയുടെ ഒഴിവ് വന്നു. യോഗേഷ് ഗുപ്തയായിരുന്നു സീനിയോറിറ്റി, ആക്കിയില്ല. അമിത്ഷാ പറഞ്ഞു രവാഡയാക്ക്. ആരെയാക്ക്? രവാഡയാക്ക്. അമിത്ഷായെ തൃപ്തിപ്പെടുത്താൻ നരേന്ദ്രമോദിയുടെ സ്പെഷ്യൽ സെക്യൂരിറ്റി വിങ്ങിന്റെ ചുമതലയുള്ള എല്ലാ ദിവസവും ഇറങ്ങുന്നതിന് മുമ്പും തിരിച്ചു കൊണ്ടുപോയതിനു ശേഷവും നരേന്ദ്രമോദിയുമായി 2 വട്ടം കൂടിക്കാഴ്ച നടത്താൻ അനുവാദമുള്ള രവാഡ ചന്ദ്രശേഖരനെ കൂത്തുപറം രക്തസാക്ഷികളെ മറന്ന് DGP ആക്കിയതിന്റെ പുറകിൽ RSS ആണ്. ആരാണ്? RSS. എന്തിനാണ്? മോളെ രക്ഷിക്കാൻ. എന്തിനാണ്? പ്രത്യുപകാരം. എന്തിനാണ്? കേരളത്തിൽ കോൺഗ്രസിനെ തുലയ്ക്കാൻ. എന്തിനാണ്? കോൺഗ്രസിനെ തോപ്പിച്ചിട്ട് 5 or 6 സീറ്റുകൾ BJPക്ക് ഉണ്ടായാലും കുഴപ്പമില്ല, കോൺഗ്രസ് വരരുത്. ഇവിടെ ഇപ്പോ കൊയിലാണ്ടിയിൽ കോൺഗ്രസ് ജയിക്കുമെന്ന ട്രെൻഡ് വന്നാൽ, ഇവിടെ എന്തായാലും താമര ജയിക്കും. ട്രെൻഡ് വന്നാൽ പയ്യെ RSS വന്ന് ആർക്കോട്ട് ചെയ്യും? RSSന്റെ കേഡർമാർ, അനുഭാവികളല്ല, കേഡർമാർ വന്ന് പയ്യാർക്ക് കുത്തും. അങ്ങനെ 48 മണ്ഡലങ്ങൾ, എസ്പെഷ്യലി കോൺഗ്രസ് ജയിക്കുമെന്ന് ഉറപ്പുള്ള 21 മണ്ഡലങ്ങളിൽ RSS രഹസ്യമായി കുത്തി 3ാമത് ഭരണമുണ്ടാക്കി കൊടുക്കാമെന്ന് ധാരണയുണ്ടാകുന്ന അടിസ്ഥാനത്തിലാണ് ഈ കച്ചവടം. എന്റെ ചോദ്യം ഇതാണ്: ഞങ്ങളുടെ കർണാടകത്തിലെ DK ശിവകുമാർ 1.5 കൊല്ലം ജയിലിൽ കിടന്നു, ഈടി പിടിച്ച് സന്ധി ചെയ്തില്ല. തമിഴ്നാട്ടിലെ കനിമൊഴി 1 കൊല്ലം ജയിലിൽ കിടന്നു, സന്ധി ചെയ്തില്ല. ഇവിടെ അരവിന്ദ് കെജ്രിവാൾ 8 മാസം ജയിലിൽ കിടന്നു, സന്ധി ചെയ്തില്ല. മനേഷ് സിസോദിയോ 16 മാസം ജയിലിൽ കിടന്നു, സന്ധി ചെയ്തില്ല. സന്ധി ചെയ്യാത്ത പലരുമുണ്ട് ഇവിടെ. എന്നാൽ ഇത്രയേറെ ആരോപണം ഉണ്ടായിട്ടും ഒരു കൊട്ടാരത്തിൽ മാത്രം അറസ്റ്റിന് വന്നിട്ടില്ല. ആരുടെ കൊട്ടാരത്തിൽ? പിണറായിയുടെ കൊട്ടാരത്തിൽ. സഹോദര, മുഖ്യമന്ത്രി RSS, പിണറായി RSS, ADGP അജിത് കുമാർ RSS, പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ കരളായ ഭാഗത്തിരിക്കുന്നവർ സകലതും RSS, IAS ഓഫീസർമാരിൽ RSSന്റെ സ്ലീപ്പർ സെൽ. ഈ ഗവൺമെന്റ് കീഴിൽ RSSന്റെ തേർവാഴ്ച. ഈ ഗവൺമെന്റ് നിലനിർത്തി കൊടുക്കുന്നത് RSS. മോളെ രക്ഷപ്പെടുത്തിയത് RSS. മോളെ രക്ഷപ്പെടുത്തി സമൻസ് അയച്ചിട്ട് പിന്നെ വിളിക്കാത്തത് ഒത്തുതീർപ്പ് RSS. അടുത്ത ഭരണത്തിൽ കോൺഗ്രസിനെയും ലീഗിനെയും തീർക്കാൻ ഒരു സമുദായ മുതലാളിയെ ഇറക്കി മതവിദ്വേഷം ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നതിന്റെ പുറകിൽ ഈ പറഞ്ഞ RSSനും CPM-നും ഇടയിലുള്ള പാലം. പിടികിട്ടിയാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശബരിമലയിലേക്ക് പോയപ്പോ